പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജോസ്, എൻ്റെ ഭാര്യ ഓമന. ഞാൻ പാലക്കാട് രൂപതയിൽ ഒലിപ്പാറ ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് 2019 എനിക്കൊരു ലിംഫോമ എന്നുള്ളൊരു ക്യാൻസറായിരുന്നു. ക്യാൻസർ പിടിപെട്ടു. സ്പ്ലീൻ എന്നുള്ള എൻ്റെ ശരീരത്തിലെ ഭാഗം എനിക്ക് വേണ്ട ആവശ്യത്തേക്കാൾ കൂടുതൽ 5 ഇരട്ടി വലിപ്പത്തിലുള്ള വീക്കത്തിലായിരുന്നു സ്പ്ലീൻ ഇരുന്നത്. അപ്പോൾ ഡോക്ടർമാരുടെ അടുത്ത് പിന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ടുകളൊക്കെ വല്ലാതെ കുറയാൻ തുടങ്ങി. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി പല പ്രാവശ്യം ചികിത്സിച്ചിട്ട് പിന്നെ അങ്ങനെ അവർക്കൊരു സംശയം തോന്നി ബയോപ്സി ചെയ്തു. ബയോപ്സി ചെയ്ത് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ അത് ലിംഫോമ ക്യാൻസറാണ് എന്ന് പറഞ്ഞു. ലിംഫോമ ക്യാൻസർ ആണെന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഈ യൂട്യൂബിലൊക്കെ നോക്കി അതിന് പച്ചമരുന്നുകളുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അതിൻ്റെ പുറകെ കുറേ പച്ചമരുന്നുകൾ കഴിച്ചു. 2 വർഷത്തോളം പച്ചമരുന്നുകൾ കഴിച്ചു. അപ്പോൾ ഒരു കുറവില്ല. അങ്ങനെ ലാസ്റ്റ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഓങ്കോളജി പ്രൊഫസർ ഡോക്ടർ പ്രേമയെ പോയി കണ്ടു. ഉടൻ തന്നെ അവർ പറഞ്ഞു ഒരു പെറ്റ് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അമല ഹോസ്പിറ്റലിൽ പോയി പെറ്റ് സ്കാൻ ചെയ്ത് റിസൾട്ട് കണ്ടപാട് ഡോക്ടർ പറഞ്ഞു ഇതിനി ഒന്നും ചെയ്യാനുള്ള അവസ്ഥയിലല്ല. 4th സ്റ്റേജ് കഴിഞ്ഞു, 5th സ്റ്റേജ് കഴിഞ്ഞു. ശരീരത്തിലെ മജ്ജമാംസങ്ങളിൽ മുഴുവൻ രോഗം പടർന്നു. 2 കൊല്ലം നിങ്ങൾ വെറുതെ ഇങ്ങനെ ആയുർവേദത്തിന് പുറത്ത് നടന്നില്ല, അത് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നെ കേൾക്കെ തന്നെയാണത് പറഞ്ഞത്. അപ്പോൾ ഞാനും വൈഫുമായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളാകെ അപ്സെറ്റായി. ഇവളവിടെ കിടന്ന് നിലവിളിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ശരി നമുക്ക് പരീക്ഷിക്കാം, ഒരു 2-3 കീമോ ചെയ്ത് നോക്കിയിട്ട് ബാക്കി ചികിത്സ വേണോ എന്ന് എന്നിട്ട് തീരുമാനിക്കാം. അതുപോലത്തെ സ്റ്റേജാണ്, ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഉടൻ തന്നെ പിറ്റേ ദിവസം തന്നെ കീമോ തുടങ്ങി. ഒരു കീമോ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ആകെ അവശതയായി. 5-8 ദിവസം ICUലായി. അങ്ങനെ ICUലായി പിന്നെ ഡിസ്ചാർജ് ചെയ്തു. അപ്പോഴാണ് ഇങ്ങനെ കൃപാസനം പത്രത്തെക്കുറിച്ചുള്ളത് ഒക്കെ നേരത്തെ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. യൂട്യൂബിൽ അച്ഛൻ്റെ ടോക്ക് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇവരെല്ലാവരും കൂടി ഇവിടെ വന്നു. എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത് ഇവളാണ്. ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ കുറച്ച് കാര്യങ്ങൾ വെച്ചു. അതിൽ ഒന്നാമതായി വെച്ചത് എൻ്റെ ഈ രോഗത്തെ കുറിച്ചായിരുന്നു. അങ്ങനെ വന്നു. അച്ഛനെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. അച്ഛൻ അന്ന് ഞാൻ ഈ രൂപത്തിലൊന്നുമല്ല, വളരെ ക്ഷീണിതനായിരുന്നു, മുടിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അച്ഛനെ കണ്ടു. അച്ഛൻ പറഞ്ഞു നിനക്ക് ഈ രോഗം ഭേദമാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ എന്നിട്ട് ഈ ഈശോയുടെ അടുത്തും മാതാവിൻ്റെ അടുത്തും പോയി പ്രാർത്ഥിച്ചിട്ട് എൻ്റെ അടുത്തൊരു കുരിശൊക്കെ തന്ന് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞു. വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ധൈര്യപ്പെക്കോ, സാക്ഷ്യം പറയാൻ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ 1-2 കീമോ കഴിഞ്ഞപ്പോൾ തന്നെ അവിശ്വസനീയമായിട്ട് എനിക്ക് വളരെയധികം ഭേദം വന്നു. എനിക്ക് യാതൊരു കുഴപ്പമില്ല. എനിക്കൊരു ചെറിയ ഷോപ്പുണ്ട്, അതിലൊക്കെ ഞാൻ പോകാൻ തുടങ്ങി. അതിൻ്റെ ഈ അസുഖത്തിൻ്റെ പേരിൽ ഒരു ദിവസം വരെ ഞാൻ മുടങ്ങിയിട്ടില്ല. ഡോക്ടർ പറഞ്ഞു ഒരുപാട് ബുദ്ധിമുട്ട് വരും, കിടക്കേണ്ടി വരും, ഒന്നും പോകരുത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഒന്നും സംഭവിച്ചില്ല ഇന്ന് വരെ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് എനിക്ക് കുറവ് വന്നപ്പോൾ തന്നെ ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നു. അപ്പോൾ പറഞ്ഞു രോഗം ഭേദമായെങ്കിലും ഡോക്ടറുടെ പൂർണ്ണമായിട്ടുള്ളത് വേണമെന്ന് പറഞ്ഞു, എന്നാലേ സാക്ഷ്യം പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞല്ല 2 മാസം മുമ്പ് ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്കിനി ചികിത്സയൊന്നും വേണ്ട, യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു ഗുളിക വരെ ഇല്ല, ഒരു ടാബ്ലറ്റോ ഒരു കീമോ മരുന്നുകളോ ഒന്നുമില്ല. പൂർണ്ണ ആരോഗ്യവാനായിട്ട് ആദ്യത്തെക്കാളും നല്ല രീതിയിൽ തന്നെ ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നു. പിന്നെ പല ഉടമ്പടിയിൽ വെച്ച വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മരുമകൾ നേഴ്സാണ്. അവൾ ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് 2 കൊല്ലമായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു, ഒരിക്കലും നടക്കില്ലായിരുന്നു. ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി വെച്ച് ഞങ്ങൾ തിരിച്ച് പോകുമ്പോൾ തന്നെ അവിടെ നിന്ന് അപ്പോയിൻമെൻറ്റ് വിളി വന്നു ജോലിയുടെ കാര്യത്തിൽ. ഇപ്പോൾ അവൾ അവിടെയാണ്, ലീവിന് വന്ന് പോയി, സന്തോഷമായിരിക്കുന്നു. പിന്നെ എൻ്റെ ഒരു 2ാമത്തെ മോനെ ഒരു ആക്സിഡൻ്റായി ഓപ്പറേഷനായി ഒരു കമ്പി കുത്തിക്കയറിയതാണ്. അങ്ങനെ ഒരുപാട് ക്രിട്ടിക്കൽ സ്റ്റേജായിരുന്നു. അത് വളരെ സുഖമായി മാതാവിനോടും മാധ്യസ്ഥത്തിൽ തന്നെ ഈ ഉടമ്പടിയിലും അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ശരിയായി. പിന്നെ എൻ്റെ മോൾക്ക് ഒരു മോനാണുള്ളത്, മോളാണ് ഇരുന്നുള്ളത്. 2ാമതൊരു മോൻ വേണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, അതും ഉടമ്പടിയിൽ വെച്ചു, അതും അതുപോലെ തന്നെ സാധിച്ചു. മോളുടെ ചെറിയ കൊച്ചിനൊരു ഫിക്സ് വന്നിരുന്നു ഇതുപോലെ. എന്നിട്ട് അമൃതയിലൊക്കെ പോയി ചെക്കപ്പ് ചെയ്തു. പക്ഷേ പിന്നീട് അത് ഒന്നും ഉണ്ടായില്ല ഇതുവരെ. ഇപ്പോൾ അതും ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു.
അതിന് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല. പിന്നെ കൃപാസന പത്രങ്ങൾ ഞങ്ങൾ പറ്റുന്ന വിധത്തിൽ എല്ലാ മസ്തർക്കും കൊടുക്കാറുണ്ട്. പിന്നെ എനിക്കൊരു ചെറിയ തുണിക്കടയൊക്കെയാണ്. പറ്റുന്ന വിധത്തിലൊക്കെയുള്ള സാധാരണക്കാരും പാവപ്പെട്ടവരായെന്ന് അറിഞ്ഞുള്ളവർക്കൊക്കെ അത്യാവശ്യം ഞാൻ ഡ്രസ്സുകളൊക്കെ അങ്ങനെ അനാഥ മന്ദിരത്തിൽ കൂടെയൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ ഇത്രയും വലിയ അത്ഭുതം ചെയ്തു തന്ന എൻ്റെ മാതാവും ഈശോയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദികൾ.